എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയണ്ടേ, 10 ദിവസത്തെ ട്രേഡിൽ 2 ദിവസം ശനി ഞായറും കഴിഞ്ഞാൽ ബാക്കി 8 ദിവസവും നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ നമ്മൾ തന്നത്. ഇന്നത്തെ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മാർക്കറ്റ് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആണ്, അല്ലെങ്കിൽ 25 പോയിന്റിൻ്റെ അപ്പേ മാർക്കറ്റിലുള്ളൂ. അതായത് റെഡിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊന്നും ചെയ്യണില്ല. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഒരു ലോട്ട് ഞാൻ ദാനം നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് എല്ലാം ഞാൻ സെലക്ട് ചെയ്തൊക്കെ വെച്ചേക്കുകയാണ്. RSI ഓൾറെഡി ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. റെഡിലേക്ക് ഗ്രീനിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇന്ന് എനിക്കുള്ളൂ. അപ്പം അതിൽ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു ലോട്ട് എടുക്കുക, മാക്സിമം 2 ലോട്ട് എടുക്കുക, മാക്സിമം ഹോൾഡ് ചെയ്തിട്ട് ഒരെണ്ണം ലോക്ക് ചെയ്തിട്ട് ഒരെണ്ണം വേണമെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കേസ് ഒരെണ്ണം എടുത്ത് ഹോൾഡ് ചെയ്ത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അടുത്ത ക്രോസ് ഓവർ ആകുമ്പോൾ വിൽക്കാം. അതായത് ഒരു 19 പോയിന്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് വിൽക്കാം. ഈ 10 ട്രേഡ് എടുത്തിട്ട് 5 പോയിന്റ് വെച്ചിട്ട് 50 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോകുന്നതിനും എത്രയോ ഭേദമാണ് ഒരു ട്രേഡ് അത് രണ്ടും കൽപ്പിച്ച് ഹോൾഡ് ചെയ്ത്, രണ്ടും കൽപ്പിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷൻ രീതിയിൽ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റോ ലോസോ ആക്കുന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. പൊരുതി തോറ്റെന്ന് നമുക്ക് പറയാം. മറ്റേത് ഗ്യാംബ്ലിങ് കാണിച്ച് തോറ്റെന്ന് പറയാം, ഒന്ന് പൊരുതി തോറ്റെന്ന് പറയാം. അപ്പോൾ ഏത് വേണമെന്നുള്ളതാണ് ഇന്നത്തെ ഡിസിഷൻ. ഇന്ന് വേറെ എനിക്ക് പ്രത്യേകിച്ച് അനലൈസ് ഒന്നുമില്ല. ഞാനൊരെണ്ണം സ്ട്രൈക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള, മോർണിംഗ് തന്നെ എവിടെ വെച്ച് കിട്ടുന്നോ അവിടെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക. പിന്നെ താഴത്തോട്ട് വന്നാൽ 2 രീതിയിലാണ് RSIയുടെ മൂവ്മെൻറ്റ്. അപ്പർ സൈഡ് ആണെങ്കിലും 2 രീതിയിലാണ്, 3 രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, ക്രോസ് ഓവറിൻ്റെ ഒപ്പം നേരെ അങ്ങ് പോവുക. അപ്പം നമ്മുടെ ഡയറക്ഷൻ ഇപ്പോൾ ഒരു 10 ക്യാൻഡിൽ സ്റ്റേബിളായിട്ട് പോകുന്നു. അത് നമ്മുടെ കയ്യിലുള്ള കേസല്ല. അതായത് നമുക്ക് കൺസോൾട്ടേഷൻ ആണോ, കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, എത്ര നേരം കൺസോൾട്ടേഷൻ ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. 23,608 മുകളിലോട്ട് പോയാൽ മാത്രമാണ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഉള്ളൂ. എങ്കിലും മോർണിംഗിൽ ലോവറിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത്രയും ക്യാൻഡിൽ സ്റ്റേബിളായിട്ട് പോകുമ്പോൾ RSI മേളിൽ പോയി ക്രോസ് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് ചെറിയ ലോസ് ആണെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റിലാണെങ്കിലും എക്സിറ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള 10 പോയിന്റ് 10 ക്യാൻഡിൽ ഇവിടെ നേരെ പോകുന്നത് RSI മേളിലോട്ട് പോകണം. 0 to 100, 100 to 0 ആണ്. അപ്പോൾ ഈ 10 ക്യാൻഡിൽ ഇവിടെ സ്റ്റേബിൾ ആവുന്ന സമയത്ത് അത് ബ്രേക്കൗട്ട് കിട്ടി പോയിരുന്നെങ്കിൽ, RSIയുടെ ഒപ്പം മൂവ് ചെയ്തിരുന്നെങ്കിൽ ഒരു 5 പോയിന്റ് മൂവ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 23,672 വരെ വരും. അപ്പോൾ ഒരു RSI ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഒന്നെങ്കിൽ അപ്പിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേബിൾ ആവാം. മൂന്നാമത്തെ കേസ്, ഒരു സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് വന്നിട്ട്, അതായത് RSI മുകളിലോട്ടാണെങ്കിലും ക്യാൻഡിൽ താഴത്തോട്ട് വന്നിട്ട് തിരിച്ച് അതേ RSI തിരിച്ച് ക്രോസ് ഓവർ ആവുന്ന അതേ സമയത്ത് ക്യാൻഡിൽ എവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ ആയിരിക്കും. അത് മൂന്നാമത്തെ സെനാരിയോ. നാലാമത്തെ ഒരു സെനാരിയോ ഉള്ളത്, ഒരു 5-10 ക്യാൻഡിലിൽ പൊക്കത്ത് പോയി. അപ്പോൾ RSI ജസ്റ്റ് ഒരു ക്രോസ് ഓവർ കാണിച്ചു. പക്ഷേ
അത് താഴത്തോട്ട് വരുന്നത് 5 ക്യാൻഡിൽ പൊക്കത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ 5 ക്യാൻഡിൽ ആയിരിക്കില്ല താഴത്തോട്ട് വരുന്നത്, ചിലപ്പോൾ 2 ക്യാൻഡിൽ താഴത്തോട്ട് വരും. അത് RSI ക്രോസ് ഓവർ റെഡിലേക്ക് കയറുമ്പോൾ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന 23,510 താഴെ ആയിരിക്കാം. ഈ 4 സെനാരിയോസിലാണ് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് പൊതുവേ നടക്കാറ്. അത് നമുക്ക് ഏത് രീതിയിൽ വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ, കുറേയൊക്കെ ഭാഗ്യം, കഴിവ് വേണ്ടെന്നല്ല, കഴിവും ഭാഗ്യവും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മളൊരു ട്രേഡർ ആവുന്നത്. ഇതിനെല്ലാത്തിനേക്കാളും ഉപരി കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മാർക്കറ്റ് 100 പോയിൻറ്റോ 200 പോയിൻറ്റോ 500 പോയിൻറ്റോ പോകുക എന്നുള്ളതല്ല, കൺസിസ്റ്റൻ്റ് എല്ലാ ദിവസവും ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ദിവസം 3000 രൂപ വേണം, പക്ഷേ എൻ്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 രൂപയേ ഉള്ളൂ. പക്ഷേ നമുക്ക് 3000 രൂപ ഇടാനായിട്ട് നമ്മൾ ഓവർ ടൈം OT ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ഓവർ ട്രേഡുകൾ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ട്, ഇപ്പോൾ ഒരു 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഒരു ലോട്ട് എടുക്കാവുള്ളൂ. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലോട്ട്, 4 ലക്ഷം ഉണ്ടെങ്കിൽ 4 ലോട്ട്. കാരണം ബാക്കപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ, പക്ഷേ നമ്മുടെ ലാഭത്തിൽ നിന്ന് നമുക്ക് നഷ്ടം വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. പക്ഷേ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് നെഞ്ചിടിപ്പാണ്. നഷ്ടമില്ലാത്ത ഒരു ബിസിനസ് ഇതുവരെ സക്സസ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾഡിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ആദ്യത്തെ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്ന് ആരോയോ ബ്ലൂ ലൈനോ ഒന്നും നമ്മൾ ഇടുന്നില്ല. 23,608 മുകളിലെ ടാർഗറ്റുകളെന്ന് പറയുന്നത് 23,608, 23,672, 23,674, 23,722. ഡൗൺ ആണെങ്കിൽ 23,510 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആയാൽ മാത്രമാണ് അത് മൈനസിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഇപ്പോൾ ഹോൾഡിങ്ങിലേക്കാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ സ്ട്രൈക്ക് പറയാൻ പറ്റില്ല. 23,500 സ്ട്രൈക്കാണ് അത്യാവശ്യം വോളിയം കയറാനായിട്ടുള്ളത്. PL സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,600 PL സ്ട്രൈക്ക്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോവാണ്. നമ്മൾ ഇന്നലെ തൊട്ട് ഹോൾഡ് ചെയ്യുന്നൊരു സ്ട്രൈക്കാട്ട്, ഇതുവരെ ആ സാധനം താഴത്തോട്ട് പോയിട്ടില്ല. 225 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 15 മിനിറ്റ്സിലേക്ക് ഞാനൊന്ന് RSI മാറ്റുന്നുണ്ട്. RSI സ്റ്റിൽ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. അത് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അപ്പം നമുക്കത് കട്ട് ചെയ്യാം. 250 ടാർഗറ്റ് ഉണ്ട്, 260 ടാർഗറ്റ് ഉണ്ട്, 325 ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഇൻഡെക്സിൽ 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ ആയിട്ടുള്ളൂ. ബട്ട് 15 മിനിറ്റ്സിൽ സ്ട്രൈക്ക് ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈ ചെയ്യുമെന്നാണ് ഞാൻ. ഒരു മടക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അത് പെട്ടെന്നാണ് കണ്ണിൽപ്പെട്ടത്. ഇവിടെ ഒരു ക്വിക്ക് മടക്ക് വന്നിട്ടുണ്ട്, അത് എൻ്റെ കണ്ണിൽ പെട്ടില്ല. എന്തായാലും ഞാൻ അതിന് മുമ്പ് തന്നെ ബൈ എടുത്തിട്ട് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ചിട്ട് കാണാം. അതവിടെ കിടക്കട്ടെ. എന്തായാലും ഇൻഡെക്സിൽ RSI അപ്പർ സൈഡിലാണ് നിലവിൽ നിൽക്കുന്നത്. അതവിടെ കിടന്നോട്ടെ, പ്രശ്നങ്ങളില്ല. അതാ നമ്മൾ ഓൾറെഡി ഞാൻ RSIയുടെ മടക്ക് കാണുന്നതിന് മുമ്പ് തന്നെ എടുത്തുപോയി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ കിടക്കട്ടെ. ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് 260 ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അത് അബദ്ധവശാൽ പോയി പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തേനെ. ഇന്ന് കൺസോൾട്ടേഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 23,500 ആണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചാണ്. പിന്നെ മടക്ക് കാണാത്തതുകൊണ്ട് പെട്ടെന്നാണ് ഒരു മടക്ക് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് ഞാനതങ്ങ് ബൈ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. RSIയിൽ PL നമുക്കൊരു മൂവ്മെൻ്റ് ഉള്ളത്, മറ്റേതവിടെ കിടക്കട്ടെ. നമുക്ക് താഴ്ന്നാണെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടൊക്കെ പിടിച്ചെടുക്കാവുന്നുള്ളൂ. നമ്മൾ വെറുതെ പാനിക് ആവേണ്ട കാര്യങ്ങളില്ല. തിരിച്ചെന്തായാലും ഒക്കെ കയറി വരട്ടെ. RSI ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ, പക്ഷേ ക്രോസ് ഓവർ വന്നിട്ടില്ല. പിന്നെ ഇൻഡെക്സിൻ്റെ ആ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഈ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കൺസോൾട്ടേഷൻ സോൺ SMA സപ്പോർട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള 23,613 ഭാഗത്ത് ഇന്നലെ ഒരു വിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പതുക്കെ 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 മാർക്കറ്റ് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പതുക്കെ കയറി വരട്ടെ. ആ വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധനം തിരിച്ച് കയറി വന്നോളും. സ്ട്രൈക്കും അതും തമ്മിലുള്ള വ്യത്യാസമാണ്, അത് കുഴപ്പമില്ല. 15 മിനിറ്റ്സിൽ മടക്ക് വന്നിട്ടുണ്ടെന്നുള്ളൂ, അത് ചിലപ്പോൾ നിവരാം. അതേപോലെ ഇവിടെ ക്രോസ് ഓവർ റെഡിലേക്ക് വന്നിട്ടില്ല പീയുടെ, അപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് പീയുടെ മൂവ്മെൻറ്റിൽ നമുക്ക് 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ 203 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിയിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്ന ഒരു ട്രേഡൊക്കെ ആണെങ്കിലാണ് സിയിൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുള്ളൂ. നമ്മൾ ആവറേജിങ് ഉദ്ദേശിക്കുന്ന കാരണം അത് വലിയ പ്രശ്നങ്ങളില്ല. RSI തിരിച്ച് ക്രോസ് ഓവർ ആകുമ്പോഴോ അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ RSI താഴെ പോയി തിരിച്ച് റീകർവ് ആകുമ്പോഴോ നമുക്ക് ആവറേജ് ചെയ്യാം. 15 മിനിറ്റ്സിൽ ഇൻഡെക്സും കൂടെ ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമ്മൾ ഇത് ആവറേജിങ്ങിനെ പറ്റി പോലും ആലോചിക്കുന്നുള്ളൂ. കാരണം പിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. 183 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് 174 വരും. അതുകൊണ്ട് തിരിച്ച് എന്തായാലും കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 232 ലെവലിലേക്ക് ഒരു 5 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് ചിലപ്പോൾ എന്താ പറയണ്ടേ, കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ അത് ഇറങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, അത് അതിൻ്റേതായിട്ടുള്ള രീതി കിടക്കട്ടെ. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 182 എന്നുള്ള ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരും. ആ സമയത്ത് നമ്മുടെ തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ 232 തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ സേഫായിട്ടുള്ള സിയുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 225 മുകളിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് റിവേഴ്സ് ആയാൽ 232 240 മാർക്കറ്റ് തിരിച്ചു വരും. 240 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 260 എഗെയിൻ ഒരു മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അതെന്തായാലും തിരിച്ചു വരും, 232 തിരിച്ചു പോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പുറത്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വരുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഓൾറെഡി 615 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 615 450 ലെവലിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ 500 രൂപയ്ക്ക് എക്സിറ്റ് ആവണമെങ്കിലും താൽക്കാലികമായിട്ടുള്ള അരത്തച്ച് ഒത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു കറക്റ്റ് റിവേഴ്സ് വന്നു. RSI ക്രോസ് ഓവറായി. ആ മൂവ്മെൻറ്റ് RSI അടുത്ത ക്രോസ് ഓവർ വരെ ഉള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 തൊട്ട് 320 ഒരു 100 പോയിൻറ്റിൻ്റെ റൈഡാണ് രാവിലെ ഓൾറെഡി നടന്നത്. അതിൽ ഒരു ഹാങ്ങിങ് മാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ഒരു റീക്രോസ് ഓവർ കൂടെ വന്നിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകണം. സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിയുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 165 ആണ്. അപ്പോൾ ഈ RSI ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് എത്തുമ്പോഴത്തേക്കും 165 റിജക്ഷൻ ആവുമോ എന്നുള്ളത് ആദ്യം നോക്കണം. ആ 165 എന്നുള്ള തടസ്സവും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ നോർമലായിട്ടുള്ള ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 182 ആണ് ആദ്യത്തെ ടാർഗറ്റ് ഏരിയ. അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 195 മാർക്കറ്റ് മൂവ് ചെയ്യണേ. അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് പിന്നെ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഈ കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ. കൺസോൾട്ടേഷൻ സോണിൽ ആദ്യത്തെ റിജക്ഷൻ എന്തായാലും 165 ഭാഗത്തേക്ക് ഒരു റിജക്ഷൻ എന്തായാലും ഉണ്ടാവും. അവിടെ നിന്നൊരു ഹൈ വോളിയം ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ 182 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 164.99. അപ്പോൾ 164 ഒരു റേഞ്ച് വെക്കാം.
ക്രോസ് ഓവർ റെഡിലേക്കും കൂടെ കയറി മുകളിലോട്ട് പോയാലാണ് നമുക്കൊരു സസ്റ്റെയിൻ മൂവ് കിട്ടത്തുള്ളൂ. ഈ കൺസോൾട്ടേഷൻ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വിക്കായിരിക്കും ചിലപ്പോൾ 164 ഹിറ്റ് ചെയ്യണം. ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും കുറച്ച് നേരം. സി ആണോ പി ആണോ 164 162 ബഫർ സോണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ നല്ല രീതിയിൽ പറയുന്നുണ്ട്. 1 പോയിന്റ് 1.5 പോയിന്റ് $160, $161, $164.60 അതാണ് റിജക്ഷൻ പോയിന്റ്. അപ്പോൾ 163, 164 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് ബഫർ സോൺ. ഇപ്പോൾ ബഫർ സോൺ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ താഴത്തുനിന്ന് നമ്മൾ 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എൻട്രി 145 150 എടുത്തിട്ടുണ്ടെങ്കിൽ 2 ലോട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ലോട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് 1 പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് 182 കോൺസെൻട്രേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. മതി, നമുക്കൊരു ദിവസത്തേക്കുള്ള കാര്യങ്ങൾക്ക് അത് തന്നെ ധാരാളമാണ്. ഇവിടെ ഒരു റിജക്ഷനാണ് 265 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു മൂവ് കിട്ടിയാലാണ് 182 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സ്ക്രീനിലും ഉണ്ട് കേട്ടോ. അതെ, 7980 സെക്കൻഡ് സ്ക്രീനിൽ 169 ടാർഗറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം അത് ഈ പറഞ്ഞ പോലെ 169 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ലോസൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ പർപ്പിൾ ഡോട്ടിൽ മുട്ടുമ്പോൾ RSI റെഡിലേക്ക് മുട്ടും, അവിടെ ഒരു റിജക്ഷൻ ഉണ്ട്. ആ ഏരിയയും ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 182 പോരത്തുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത മെജോറിറ്റി പോർഷൻ കൊടുക്കാനുള്ള അവസരമാണ്. ഇവിടെ നിന്ന് റിജക്ഷൻ അടിച്ച് താഴത്തോട്ട് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 157 145 ഫാളാവും. ഈ പർപ്പിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 1-2 ക്യാൻഡലിൻ്റെ ബേസാണ്. ഈ ക്യാൻഡലിൻ്റെ ബേസാണ് പക്ക റിജക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ 162 എക്സിറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ. മെജോറിറ്റി പോർഷൻ അവിടെ എക്സിറ്റ് ആണ്. പിന്നെ ഒരു ലോട്ട് വല്ലതും ഹോൾഡ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് 2-3 ക്യാൻഡലിന് ശേഷം അല്ലെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത ടാർഗറ്റ് 182 പോരത്തുള്ളൂ. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ ലോട്ട് വെച്ച് കൊടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ തലവേദനയില്ല. പിന്നെ നമ്മളുടെ ടാർഗറ്റ് 182 ആണ്. അത് ഒറ്റടിക്ക് പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒരു എന്താ പറയണേ വേവ് ലെങ്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകത്തുള്ളൂ. കാരണം രണ്ടാമത് ഇവിടെ 245 പിയിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 245, 240, 238 അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അതേപോലെ ഇവിടെ 3 ക്യാൻഡിലാണ് കൺസോൾട്ടേഷൻ. അപ്പോൾ അതേ ക്യാരക്ടർ ഇവിടെയും അവർ ബേസ് ചെയ്യും. ഇത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പർപ്പിൾ ഡോട്ട് പക്ക ഒരു റിജക്ഷനാണ്. അവിടെ നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കണം. RSI ആ സമയത്തായിരിക്കും റെഡിലേക്ക് മുട്ടുന്നത്. റെഡിലേക്ക് മുട്ടുമ്പോൾ കറക്റ്റായിട്ടൊരു റിജക്ഷൻ വരാം. അപ്പം അതിനുശേഷം അവിടെ നിന്ന് ഈ പർപ്പിളിൻ്റെ മേളിലോട്ടൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് മേളിലോട്ട് പോകണം. ചാൻസസ് ഉണ്ട്. കാരണം 257 35 ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് 182 കൊണ്ടുപോകാം. കാരണം ഇവിടെ ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ള റിജക്ഷൻ പോയിന്റുകൾ. ആ റിജക്ഷൻ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് പോയിന്റ് വന്നിരിക്കണേ. ആ പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണേ. ആ സമയത്താണ് RSI റെഡിലേക്ക് വരുന്ന സമയത്ത് റിജക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞത്. 3-4 ക്യാൻഡലിന് ശേഷം ഈ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്താൽ ഫൈനൽ ടാർഗറ്റ് 182 പോകും. അപ്പോൾ അതുകൊണ്ടാണ് മെജോറിറ്റി പോർഷൻ ഇവിടെ ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇനി ഇപ്പം റെഡിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഹൈയും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 182 മാർക്കറ്റ് എത്തത്തുള്ളൂ.
ഫൈനൽ ടാർഗറ്റ് ഇപ്പം എൻ്റേതായിട്ടുള്ളൊരു ഫൈനൽ ടാർഗറ്റ് അതും ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ 200 കിടപ്പുണ്ട്. അത് സെക്കൻഡറി. ഈ RSI മേളിൽ പോയി എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ സിയിൽ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇനി ഇവിടെയാണ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരു പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടി, നമ്മൾ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടി, പിന്നെ അത് നമുക്ക് കുറച്ചും കൂടെ കിട്ടണം എന്നുള്ളൊരാഗ്രഹം വരുമ്പോൾ ചിലപ്പോൾ 100 രൂപയുടെ 200 രൂപയുടെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ റിജക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ എനിക്ക് 200 രൂപ കൂടെ കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുമ്പോൾ മാർക്കറ്റ് കിട്ടിയ പ്രോഫിറ്റും കളഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് പോകുന്ന ഒരു കൺസെപ്റ്റ് വരും. പിന്നെ നമ്മൾ പിന്നെയും ആവറേജ് ചെയ്ത് ഓവർ ട്രേഡ് ചെയ്ത് അതിലും എത്രയോ ബെറ്ററാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക എന്നുള്ളൊരു സെനാരിയോ. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങിയവർ മാത്രമാണ് ട്രേഡിൽ സക്സസ് ആയിട്ടുള്ളൂ. പോണതെല്ലാം എടുക്കാം, എത്ര നന്നായിട്ട് പഠിച്ചാലും എന്തൂരം കാശുണ്ടെങ്കിലും പോണത് മുഴുവൻ എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത്. അപ്പോൾ നമ്മൾ 162 ഒരു റിജക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചത്. RSIയിൽ പൊടിക്ക് പോയിൻറ്റും കൂടെ മിച്ചം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ പർപ്പിൾ ലൈനിലേക്ക് വെച്ചത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് റെഡിലേക്കൊക്കെ മുട്ടണം. റെഡിലേക്ക് കൂടെ കയറി കഴിഞ്ഞിട്ട് ഒരു റിവേഴ്സൽ വരുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള ഒരു ലോങ് ഹോൾഡിങ്ങിൻ്റെ മൂവ്മെൻറ്റ് വരുന്ന ഒരു ഏരിയ മാർക്കറ്റിലാവത്തുള്ളൂ. പക്ക റിജക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള റിജക്ഷനിൽ 260 നിന്ന് 287 87 പോയിൻറ്റ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. അതായത് ഇപ്പം നമ്മളിവിടെ ഇറങ്ങി, ഇപ്പോൾ 180 ഇറങ്ങി, 12 പോയിൻറ്റ് മുകളിലോട്ടുണ്ട്. ഈ 12 പോയിൻറ്റ് മുകളിലോട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അങ്ങനെയൊന്നും ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടില്ല. അവിടെ നിന്നുള്ള റിജക്ഷൻ താഴത്തോട്ട് ഡബിൾ ബോട്ടം എടുക്കാൻ വരുമ്പോൾ ഇവിടെ നിന്നുള്ള റിജക്ഷനിൽ നിന്ന് 12 പോയിൻ്റ് എടുത്താലും നമുക്ക് 21 പോയിൻ്റ്, ഇപ്പോൾ നോർമലി ആണെങ്കിൽ 21 പോയിൻ്റ് എടുക്കണമെന്നേ ഉള്ളൂ. അത് ഈ ഡയറക്ഷനിൽ നിന്ന് തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഇനി അഗെയിൻ 162.80 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ 182-ലേക്കുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി RSI റെഡിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഈ RSI എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അത് കഴിഞ്ഞിട്ടേ അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിലുള്ളൂ, പിയിൽ അടുത്ത മൂവ്മെൻ്റ് ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ, ഇവിടെ 7 ലോട്ട് എടുത്തു. ഈ പർപ്പിൾ ലൈനിൽ മുട്ടിയപ്പോൾ ഞാൻ അതിലൊരു എന്താ പറയണ്ടേ, ഒരു 4 ലോട്ട് കൊടുത്തു. അല്ലെങ്കിൽ വേണ്ട, ഒരു ലോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ളത് കൊടുത്തു. ഇത് വീണ്ടും താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ റെഡിലേക്ക് കയറിയ സമയത്ത് 2 ലോട്ടിൽ വീണ്ടും റീ ആവറേജ് ചെയ്ത് ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു 30% കൂടെ അധികം കിട്ടും. അതായത് താഴത്തോട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് വരുന്ന സമയം കൊണ്ട് 2 ലോട്ടിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും കൂടെ അഡീഷണൽ കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിനി ഓൺ ചെയ്യുന്നത് ഒന്നെങ്കിൽ 182 എത്തണം. അവിടെ നമുക്ക് വന്നാൽ ഒന്ന് ഓൺ ചെയ്യാം. പിന്നെ RSI മേളിലോട്ട് ക്രോസ് ഓവർ ആകുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അത് ലാഭമാണെങ്കിലും മൈനസ് ആണെങ്കിലും എവിടെയാണോ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇനി ഓൺ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 162.42 അതിന് മേളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാലാണ് സി സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ വീണ്ടും ആ പർപ്പിൾ ലൈനിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 177, 180, 182 എവിടെയെങ്കിലും മാർക്കറ്റ് കിട്ടി. 167 മാർക്കറ്റ് ആയിട്ടുണ്ട്, 169, 170, 12 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പിയിൽ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 253 SMA ചെറിയൊരു ടച്ചിങ് വന്നുകൊണ്ടാണ് അവിടെ ഒരു റിവേഴ്സ് വരുന്നത്. നൂറ്റി 70,
ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 182 ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 182 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും അവിടം വരെ മാർക്കറ്റ് വരും. എൻ്റെ ഫൈനൽ ടാർഗറ്റ് അതാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 180 ഇനി 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 190 പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ഇപ്പോൾ 7 ലോട്ടിലാണെങ്കിൽ 6 ലോട്ട് ഇവിടെ കൊടുത്തിട്ട് ബാക്കി ഒരെണ്ണം നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിൽ 157 ട്രെയിൽ ചെയ്ത് വെച്ചിട്ടും കയ്യും കെട്ടിയിരുന്നാൽ RSI ക്രോസ് ഓവർ എവിടെയാണോ അവിടം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ പർപ്പിൾ ലൈനിലാണ് പിയിൽ ഒരു ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ 218 മാർക്കറ്റ് ഫാൾ ആവുന്നത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ ബാക്കിയുള്ള ഒരു ലോട്ടെങ്കിൽ ഒരു ലോട്ട് അവിടം വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. കാരണം ആകെ ഇനിയുള്ള ഒരു റിജക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 190 കഴിഞ്ഞാൽ 194. 15 മിനിറ്റ്സിൽ 23,501 ട്രിഗർ പ്രൈസ് ഇതിൻ്റെ കിടക്കണേ. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ അങ്ങനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാനിനി സ്ക്രീനിൽ എടുക്കുന്നത് മാക്സിമം കാണിക്കൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് ഇന്നത്തെ മൂവ്മെൻറ്റ്. ഏകദേശം 13,728 ഇവിടെ കാണാം. അതിൻ്റെ ഇടക്ക് നമ്മുടെ ടാർഗറ്റ് മെയിൻ സ്ക്രീനിൽ ബ്ലൂ ലൈനിലേക്ക് ടിക്ക് ചെയ്ത് കാണാം. ഇവിടത്തേൽ ബ്ലൂ ലൈൻ കാണില്ല കേട്ടോ, ഇപ്പുറത്തേലാണ് ബ്ലൂ ലൈനിലുള്ളത്. പക്ഷേ മൂവ്മെൻ്റൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. ഇപ്പുറത്ത് പിയിൽ മുട്ടിയേക്കണ കാണാം. അതേപോലെ ഇപ്പുറത്ത് 15 മിനിറ്റ്സിൻ്റെ ചാർട്ട്, 30 മിനിറ്റിൻ്റെ ചാർട്ട്, 1 അവറിൻ്റെ ചാർട്ട്. ഇത്രയാണ് എൻ്റെ സെനാരിയോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കണം. അപ്പോൾ ലൈവിലൊക്കെ ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 177 RSI ഒരു ഹൈവേ സൈഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കുറേ നാളായി ഹൈവേയിലൊക്കെ വണ്ടി കയറിയിട്ട്. അപ്പോൾ 235 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടൊരു ഫാള് വന്നു കഴിഞ്ഞാൽ അടുത്ത റിജക്ഷൻ പോയിന്റ് 219 ആയിരിക്കും. അപ്പോൾ RSI ഓൾറെഡി ഗ്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 185 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള റിജക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 195 ആണ്. അതായത് ഈ 235 ബ്രേക്ക് ചെയ്ത് പി താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 219 ഫാൾ ആവത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 180-85 എന്നുള്ളത് ഏകദേശം ഒരു സ്ട്രോങ് ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ വെച്ചതിൻ്റെ റീസൺ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് 219 ടച്ച് ചെയ്യും. അപ്പം നമ്മുടേത് 185 ബ്രേക്ക് ചെയ്ത് 190 പോകുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബിക്കോസ് RSI ക്രോസ് ഓവർ ഇതുവരെ ആയിട്ടില്ല. ആ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ മാസാവസാനം അരി മേടിക്കാനുള്ള ഫണ്ടായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ 2 മിനിറ്റിൽ ഗ്രീനിലേക്ക് മുട്ടിക്കഴിഞ്ഞ് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഡൗൺ ആവും കേട്ടോ. അപ്പോൾ 2ഉം 5ഉം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. 5 മിനിറ്റിൽ RSI സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് പിയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് 2 മിനിറ്റിൻ്റെ RSI മേളിൽ പോയി 2 പ്രാവശ്യം കർവ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ ഇങ്ങനെ നിൽക്കുന്നത്. 185 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ 190 അടുത്ത ഏകദേശം ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ RSIയുടെ ക്രോസ് ഓവർ നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ആകെ ഇനിയൊരു മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് ഈ 235 ബ്രേക്ക് ചെയ്ത് പോരണം. ക്യാൻഡിൽ ക്ലോസ് ചെയ്തൊരു മൂവ് കിട്ടണം. അപ്പോൾ അത് ഫേക്കാണോ ജെനുവിൻ ആണോ എന്ന് അറിയാനായിട്ടാണ്. ഇപ്പോൾ 235 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി താഴത്തോട്ട് 218 വരെ പോരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി ആയിട്ട് നിൽക്കുക. അപ്പോൾ അത് എപ്പോഴും ജെനുവിനിറ്റി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 235 താഴെ പി നിൽക്കണം, 185 മുകളിൽ സി നിന്നാൽ മാത്രമാണ് ആ മൂവ്മെൻറ്റ് ജെനുവിൻ ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ആയി എന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ 230 ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ പി എടുത്തിട്ട് അനദർ ബ്രേക്കൗട്ട്, സി എടുത്ത് അനദർ ബ്രേക്കൗട്ട് ഇട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല.
കാരണം നമ്മൾ രണ്ട് ചാർട്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ജെന്യൂനിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വിശ്വാസമുണ്ട് സാധാരണ 218 സപ്പോർട്ട് എടുക്കാൻ വരും എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ 185 ബ്രേക്ക് ചെയ്താൽ 190 ഉള്ള ഒരു സ്കാൽപ്പിംഗ് ആണ് തൽക്കാലം കിട്ടത്തുള്ളൂ. 190 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അത് സസ്റ്റെയിൻ മൂവ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതൊരു ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഒരു ബ്രേക്കൗട്ടിനെ പറ്റി ചിന്തിക്കരുത്. റെസിസ്റ്റൻസിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ മോഹിപ്പിക്കും ബ്രേക്കൗട്ട് ചെയ്ത്, അവിടെ നിന്ന് തിരിച്ചൊരു ഒറ്റടി തിരിച്ചടിക്കും. അതാണ് നമ്മൾ 185ഉം 230 ഇപ്പം വെക്കുന്നത് 230 ആണ്. 230 മാർക്കറ്റ് ബ്രേക്കും ചെയ്യണം, എന്നാൽ സിയിൽ 185ഉം ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 85 to 90 ഒരു മൂവ്മെൻറ്റ് നമുക്കൊരു 5 പോയിൻ്റ് ആദ്യത്തെ ലെവലിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് PE 218 സപ്പോർട്ട് എടുക്കാൻ വരും എന്നുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ട്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ സിക്ക് അനുകൂലമായിട്ടാണ് എല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പരിപാടിയില്ല. 262 മുകളിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ, പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യത്തേ ഇല്ല. സിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ക്യാൻഡിൽ 178 ഒന്ന് ടച്ച് ചെയ്യും. 178.47 ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇനി ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 185 ആദ്യം മൂവ് ചെയ്യണത്. തിരിച്ച് മുകളിലോട്ട് പോകണം. തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്ത ബ്രേക്കൗട്ട്. ഇപ്പോഴും 230 തന്നെയാണ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പം എല്ലാവരും ബ്രേക്കൗട്ട് ആവും ഇല്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്ക് അക്യുറസി ആയിട്ടുള്ള ബ്രേക്കൗട്ട് കിട്ടണം. 178 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാ ബ്രേക്കൗട്ട് ആവത്തുള്ളൂ. നമ്മൾ 180 ആണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റായിട്ട് നമ്മളെന്ന് പറഞ്ഞത്. നമ്മളവിടെ സ്വസ്ഥമായിട്ട് ഇറങ്ങി പിന്നെയുള്ള ഒരു ലോട്ടെങ്കിൽ ഒരു ലോട്ട് അതും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രേക്കൗട്ട് 185ഉം ബ്രേക്ക് ചെയ്ത് 190 കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ PE 230 ബ്രേക്ക് ചെയ്ത് 218 18 10-12 പോയിൻറ്റിൻ്റെ ഡൗണ് നമുക്ക് ഇപ്പുറത്ത് കിട്ടണം, പിയിൽ കിട്ടണം. അതിന് രണ്ടും ജെന്യുവിൻ ആയിരിക്കണം, ഒരേ സ്വരത്തിൽ ഒരേ ലയത്തിൽ വന്നാൽ മാത്രമാണ് ആ ബ്രേക്കൗട്ട് സക്സസ് ആവത്തുള്ളൂ. കണ്ടോ? അപ്പോൾ എന്തായി, ഇത്തവണ എന്തായാലും ബ്രേക്ക് ചെയ്യും 191 194. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, 218 എന്തായാലും മാർക്കറ്റ് വരും. ആ വരുന്ന ക്യാൻഡിൽ ആദ്യം 178 ഡൗൺ ആവും. പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരൊറ്റ പോക്ക് മേളിലോട്ട് പോവും. 216 PE ഡൗൺ ആവും. സി എവിടം വരെ പോയി ഹിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞ ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് ബ്ലൂ ലൈൻ്റെ ടോപ്പ് ലൈൻ 196 ദേ പോകുന്നു. അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച്. അപ്പോൾ എവിടെ മുട്ടി മാർക്കറ്റ്? 50 മിനിറ്റ്സിൻ്റെ SMA മുട്ടി. നോക്കിയേ, 23498 SMA മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 50 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു പിൻബാർ ആയിട്ട് ഫോം ചെയ്യണം. എവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ? വൈറ്റ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് മാർക്കറ്റ് പോകണം. 2 മിനിറ്റും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, 5 മിനിറ്റും അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് എവിടം വരെ പോയത്? 192. അപ്പോൾ 145 നിന്ന് എത്ര വരെ പോയിട്ടുണ്ട്? 195 വരെ. അപ്പോൾ 50 പോയിന്റ് ആക്ഷേപമില്ലാതെ കിട്ടിയിട്ടുണ്ട്. 3500 രൂപ. ബാക്കി സിംഗിൾ ക്യാൻഡിലിൽ ബാക്കിയുള്ള പോയിന്റും. ഇപ്പം അടുത്ത ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരണം. അപ്പോൾ ഇതിൽ കൂടുതൽ കൃത്യമായിട്ട് എങ്ങനെ ഒരു വ്യൂ സംഭവിക്കുന്നത് പറഞ്ഞു തരാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ടും നമ്മുടെ ചാർട്ടിലും നമ്മുടെ വ്യൂവിലും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ ഒറ്റക്ക് ട്രേഡ് ചെയ്താലും ഇതേപോലെ ഗ്രൂപ്പായിട്ട് പറഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻറ്റ് ഒന്ന് വേറെയാണ്. അപ്പം ഇനി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ 7 ലോട്ട് എടുത്തൊരു വ്യക്തിയാണ്. 180 4 ലോട്ട് കൊടുക്കുക.
ബാക്കിയുള്ള 2 ലോട്ട് 196 കൊടുക്കുക. ബാക്കിയുള്ള 1 ലോട്ട് 179 അവിടെ അതിന് താഴത്തോട്ട് ക്യാൻഡിൽ വന്നാൽ വിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 2 മിനിറ്റിൻ്റെ RSI ഗ്രീനിലേക്ക് മുട്ടുന്നത് വരെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ RSIയിൽ ക്രോസ് ഓവർ വരുന്നത് വരെ ഹോൾഡ് ചെയ്യാം. മാർക്കറ്റ് എവിടെ നിന്ന് ഡൗൺ ആയി അവിടെയാണ് മാർക്കറ്റ് തിരിച്ചു വന്ന് കയറി നിൽക്കുന്നത്. അപ്പം ഒരു ലോട്ടിലെടുത്തിട്ട് മുകളിലോട്ട് പോകുന്നതിന് നല്ലത് ഒരു ലോട്ട് എടുത്ത് താഴത്തോട്ട് പോയി ആവറേജ് കൂട്ടി തിരിച്ച് മുകളിലോട്ട് വരുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്, നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസ് ലെവൽ, ഇതൊക്കെ വേറെയാണ്. അപ്പം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ റിജക്ഷൻ മാർക്കറ്റിലായിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 100 പോയിൻ്റ് ഒരു സൈഡും ഒരു 40 പോയിൻറ്റും കൂടെ കയറിയ 100 പോയിൻ്റ് ഇപ്പുറത്തെ സൈഡും 7500 7500 15000 10 പോയിൻ്റ് 10 എന്താ പറയണ്ടേ 10000 രൂപ സിംഗിൾ ക്യാൻഡിലിൽ കൂട്ട് 204 205 ലെവലിലേക്ക് ആയിട്ടുണ്ട്. കാരണം ഇവിടെ വൈറ്റ് ഡോട്ട്. അപ്പോൾ എപ്പോഴും 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഇങ്ങനെ കിട്ടുമെന്നല്ല. ഇന്ന് ഞാനത് ഉറപ്പിച്ച് ഹോൾഡ് ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അടുത്ത റിജക്ഷൻ പോയിന്റിലായിട്ടാണ്. എവിടെ നിന്ന് ബ്രേക്കൗട്ടായിട്ട് താഴത്തോട്ട് പോയോ ആ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ബേസ് ലെവൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പക്കാ റിജക്ഷൻ ഉണ്ട്. എവിടെയാ? 220 ഒരു 5 പോയിന്റ്, ആ ഏകദേശം അപ്രോക്സിമേറ്റ് ആ റിജക്ഷനും ബ്രേക്ക് ചെയ്താൽ പിന്നെ 225 232 മാർക്കറ്റ് മൂവ് ചെയ്യണേ. RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 215 ലെവലിലാണ് നിൽക്കുന്നത്. 216 220 അപ്രോക്സിമേറ്റ് റിജക്ഷൻ പോയിന്റ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കാരണം അത് വേറൊരു പ്രശ്നമുണ്ട് അവിടെ. അടുത്ത ലെവല് 182 ഭാഗത്തേക്കാണ്. എവിടെ നിന്ന് മാർക്കറ്റ് പോയോ അവിടെ മാർക്കറ്റ് തിരിച്ചെത്തി. പിസാ ഗോപുരം എന്നാണ്, മറ്റേ ഈഫിൽ ടവർ പോലെയാണ് നിൽക്കുന്നത്. പിസാ ഗോപുരം ഈഫിൽ ടവർ പോലെയുള്ള സാധനം പോലെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ക്രോസ് ഓവർ തൊട്ട് ഒരു ക്രോസ് ഓവർ വരെ 100 പോയിന്റ്, ആ ക്രോസ് ഓവർ തൊട്ട് താഴത്തെ ക്രോസ് ഓവർ വരെ 145 മുതൽ 225 വരെ ഒരു 20 പോയിന്റും കൂടെ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100 പോയിന്റ് ഇവിടെയും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്. അപ്പോൾ 182 അടുത്ത കൺസോളിഡേഷൻ സോണ്. RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് പോകണം. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എപ്പോഴാണെങ്കിലും തിരിച്ച് 207 തിരിച്ചു വരാം. അതാണ് നമ്മൾ 220 പക്ക റിജക്ഷൻ പോയിന്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ നമ്മളെല്ലാവരും 220 ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്ക് ഇരുന്ന് ഒരുമിച്ച്, കാരണം 235 ഓൾറെഡി കൺസോൾട്ടേഷൻ സോൺ കിടപ്പുണ്ട്. നമ്മളത് ഉദ്ദേശിക്കുന്നില്ല, നമുക്കിത് മതി. ഇവിടുത്തെ 100 പോയിൻറ്റും ഇവിടുത്തെ 100 പോയിൻറ്റും ഒരാഴ്ചത്തേക്ക് ഇനി ട്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോഴും RSI ക്രോസ് ഓവർ ആയിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കൽ മാത്രമേ ഉള്ളൂ. ഒരു 210 ട്രെയിൽ ചെയ്ത് വെക്കാം. ബാക്കിയുള്ള ഒരു ലോട്ട് 210 ട്രെയിൽ ചെയ്ത് വെക്കാം. ഒന്നെങ്കിൽ 10 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഒന്നെങ്കിൽ 210 അടിക്കട്ടെ, ഇല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ. 210 ട്രെയിൽ ചെയ്യുക. 211 നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട്. കാരണം 225 ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 232 കൺസോൾട്ടേഷൻ സോൺ. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഒരു 10-15 പോയിന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. RSIയിൽ ഓൾറെഡി മടക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 മിനിറ്റിൽ മാർക്കറ്റ് ഗ്രീനിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഓക്കെ. എന്തായാലും മുട്ടുന്നുണ്ട്. മുട്ടട്ടെ. ഓക്കെ, മുട്ടിയിട്ടുണ്ട്.
അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മളെടുക്കുന്ന എന്താണോ അത് തന്നെ നിങ്ങൾക്കും എടുക്കാം, പ്രോഫിറ്റബിൾ ആവാം. ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഇതിലും അപ്പുറം ഒന്നും കാണിക്കാനായിട്ടൊന്നുമില്ല. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിയിലും 100, പിയിലും 100, ആവറേജ് 200. അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ ഗംഭീര ലൈവ് ആയിരുന്നെല്ലാം. നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്.